ഹലോ ഹലോ മാഡം, ഫോട്ടോ എങ്ങനെയുണ്ട്? ഫോട്ടോ എങ്ങനെയാണെങ്കിൽ വീഡിയോ എങ്ങനെ ഇരിക്കും? എൻ്റെ കയ്യിലുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ ഭർത്താവ് കണ്ട് എങ്ങനെ ഇരിക്കും? വേണമെങ്കിൽ ഇൻ്റർനെറ്റിലൂടാം. നിങ്ങൾ ആരാ? ഞാനൊരു പാവപ്പെട്ടനാ, പേര് ഷൺമുഖൻ. ഭർത്താവിനെ അറിയിക്കാതിരിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ വരണം. 50 ലക്ഷം രൂപയോ? ജോൺ സാമുലിൻ്റെ മോക്ക് 50 ലക്ഷം എന്ന് പറയുന്നൊരു പോക്കറ്റ് മണി എന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. കാശിൻ്റെ അത്യാവശ്യം കൊണ്ടാ. നാളെ ഈ സമയത്ത് ഞാൻ വിളിക്കാം. കാശ് അവിടെ കൊണ്ടുവരുന്നപ്പോൾ പറയാം. പിന്നെ അതിബുദ്ധി കാണിച്ച് എന്താണ്ടാവെന്ന് അറിയാലോ. പോലീസിനെ അറിയിക്കാൻ എന്നെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കരുത്. ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചോളാം. ഹലോ, കിരൺ സ്പീക്കിംഗ്. ഞാനാ ശ്രുതി. ശ്രുതിയോ? വാട്ട് എ സർപ്രൈസ്. എന്നെ മറന്നു കാണുന്നു ഞാൻ വിചാരിച്ചേ. പിരിയുമ്പോൾ എന്നോട് അത്രയ്ക്ക് വെറുപ്പായിരുന്നല്ലോ. ഏതായാലും വിളിച്ചതിൽ സന്തോഷം. നീ എന്നെ എല്ലാ രീതിയിലും ചതിക്കായിരുന്നല്ലേ? അല്ല, ശ്രുതിയോടുള്ള ഇഷ്ടം കൂടിപ്പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേ. പക്ഷേ ശ്രുതി അതിനെ കണ്ടത് വേറെ രീതിയിലാണ്. ഇത് തന്നെയല്ലേ നീ മറ്റു പെമ്പിള്ളാരോടും പറഞ്ഞത്? എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോ, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. ഇപ്പൊ നിനക്ക് 50 ലക്ഷം വേണമല്ലേ? 50 ലക്ഷം? എനിക്ക് മനസ്സിലായില്ല. അഭിനയം വേണ്ട, നിന്റെ വീട്ടിൽ വെച്ച് നടന്നൊക്കെ നീ അറിയാതാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കാര്യമായിട്ട് പറയാം, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് നടന്നൊക്കെ ഒരു ഷൺമുഖന്റെ കയ്യിൽ എങ്ങനെ എത്തിയേ? ഷൺമുഖനോ? അങ്ങനെ ഒരാളെ എനിക്കറിയില്ലല്ലോ. നീ എന്താ സംഭവിച്ചെന്ന് പറ. അവന്റെ കയ്യിൽ എന്റെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ അവൻ എന്റെ ഭർത്താവിനെ അറിയിക്കും, നെറ്റിലൂടും. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അവൻ എങ്ങനെയോ റെക്കോർഡ് ചെയ്താ? എനിക്ക് തല ചുറ്റുന്നു. പാനിക് ആവല്ലേ? എന്താ വേണ്ടത് നമുക്ക് ആലോചിച്ച് ചെയ്യാം. പോലീസിനെ അറിയിച്ചാലോ? അത് വേണ്ട, പോലീസിനെ അറിയിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഭർത്താവിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? പണ്ട് ഞാൻ എല്ലാം പറയാൻ ഒരുങ്ങിയത്, പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. എല്ലാം മറന്നിട്ട് ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങിയത്. ഇനിയൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് വൈകിപ്പോയി. ശരിയാ, എത്ര സ്നേഹമുള്ള ഭർത്താവാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടാ ഭാര്യയോടുള്ള സ്നേഹത്തിന് മാറ്റം വരും. ഒരു കാരണവശാലും നിന്റെ കുടുംബജീവിതം തകരാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഒരിക്കൽ നിന്നോടൊരു തെറ്റ് ചെയ്തു, അതിന് പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും എന്നെ അനുവദിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്തരം സിറ്റുവേഷനിൽ പ്രാക്ടിക്കലായി വേണം നമ്മൾ ചിന്തിക്കാൻ. അവൻ പറഞ്ഞ പോലെ രൂപ കൊടുത്ത് നമുക്ക് സെറ്റിൽ ചെയ്താലോ? എൻ്റെ കയ്യിൽ 50 ലക്ഷം ഒന്നുമില്ല, എല്ലാം പപ്പയുടെ കയ്യിലല്ലേ. നിന്റെ കയ്യിൽ ഇപ്പം എത്രയുണ്ട്? 5 ലക്ഷം, അതും എൻ്റെ കയ്യിലില്ല, ബാങ്കിലാ. നീ ഒരു കാര്യം ചെയ്യ്, ബാങ്കിൽ ചെന്ന 5 ലക്ഷം എടുക്ക്. എന്നിട്ട് ബാക്കി കാശ് കൊടുക്കാൻ നമുക്കൊരു അവധി ചോദിക്കാം. അവനോട് ഞാൻ സംസാരിക്കാം. നീ ആ നമ്പർ തന്നേക്ക്. വേണ്ട, ആരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എനിക്ക് വിട്ടേര്. ഇത്തരം ആളുകളെ ഡീൽ ചെയ്യാൻ എനിക്കറിയാം. നീ രൂപ എടുത്ത് എന്നെ ഏൽപ്പിച്ചാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇവിടെയും കൂടി ഒരു വേണം. താങ്ക് യു. വെൽക്കം. കാർത്തിക, സർ, ഒന്നിങ്ങോട്ട് വരും. ആ, ഇരിക്കി. കാർത്തിക, ആ പോയതല്ലേ ജോൺ സാമുലിൻ്റെ മോള്? അതെ സർ. കാർത്തിക ബാങ്കിങ് ഇതുവരെ പഠിച്ചില്ലേ? ആ കുട്ടി ഫിക്സഡ് ഡെപ്പോസിറ്റ് മുഴുവൻ പിൻവലിച്ചു. എന്തിനാന്ന് ചോദിച്ചില്ലേ? അത് സാമുൽ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയായതുകൊണ്ടാണ് ഞാൻ. ആരായാലും ശരി, ബാങ്കിലിട്ട് രൂപ തിരിച്ചു കൊടുക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ലോൺ എടുപ്പിക്കാൻ നോക്കണം. എന്നാലല്ലേ കാർത്തിക ബാങ്കിന് ലാഭമുള്ളൂ. സോറി സർ. ഡോണ്ട് വറി, ഐ വിൽ മാനേജ് ഇറ്റ്. താങ്ക് യു സർ.
ആം ഹോം. ശ്രുതി, കളിക്കാൻ പോണ്ടേ? ആ, ഇവിടെ ഉണ്ടോ? എന്തു പറ്റി? ചെറിയൊരു തലവേദന. ആഹാ, നോക്കട്ടെ. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഡോക്ടർ തന്നെ പോയിട്ടോ. ഓക്കെ ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ അഭിലാഷ്, ക്യാപിറ്റൽ ബാങ്കിൽ നിന്നാണ്. ആ, പറയൂ പറയൂ. നിങ്ങൾ ഈ ഡോക്ടർമാർ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശമാണല്ലോ. എന്തു പറ്റി? ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ എന്തിനാ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പൊട്ടിച്ചത്? ഇതിപ്പോ എത്ര പലിശ പോയേ? ആ FD ലോൺ എടുത്താൽ മതിയായിരുന്നല്ലോ. അല്ല, ആള് മാറിയില്ലെന്ന് ഉറപ്പാണോ? പിന്നെ ഡോക്ടറുടെ വൈഫ് 5 ലക്ഷം എടുത്തില്ലേ? ആ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്തിനാ പെട്ടെന്ന് അത്രയും ക്യാഷ്? അതൊരു കാർ മേടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. എന്റെ ഡോക്ടറെ, അതിന് ലോൺ എടുക്കല്ലേ ലാഭം? ഞങ്ങളിപ്പോ കാർ ലോണിന് പുതിയൊരു സ്കീം തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ റേറ്റാ. ഞാനേ സാറേ ഒന്നൊന്ന് ആലോചിച്ചിട്ട് ഞാൻ വിളിക്കാവേ. ഓക്കെ, അങ്ങനെ മതി. ശരി, ഓക്കെ. താങ്ക് യു. നിങ്ങളാണെങ്കിൽ ഫോൺ ചെയ്തത്? അതെ. എന്താ കാര്യം? നീയാണ് ശ്രുതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തേ? ആണെങ്കിൽ ആണെങ്കിലോ? നീ എന്താ കരുതി? അവള് നിനക്ക് പണം തരും. ശരിക്കും? ആ, അവളെ കിട്ടിയില്ലെന്ന് വെച്ച് അവിടെ പണം വേണ്ടെന്ന് വെക്കണോ? എടാ, അവളൊരു പണമരോടാ. ഒന്നുകൂടി പിടിച്ച് കുലുക്ക്. നീ വിചാരിച്ച് ഇനിയും പോരും. സംശയം എന്താ? കളി തുടങ്ങിയിട്ടുള്ളൂ. അളിയ, ഞാൻ പാർട്ട്ണറാണെന്ന് ആരും മറക്കരുത് കേട്ടോ. നീ വിഷമിക്കണ്ട. വാഴ നനയുന്നതിൻ്റെ ഒപ്പം ചീര നനയും. പോരെ? അത് കേട്ടാ മതി. അളിയ, അവരൊക്കെ വലിയ പുള്ളികളല്ലേ? പോലീസിൽ അറിയിക്കോ? അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞേ, ആ സിം കാർഡ് മാത്രമല്ല ഫോണും കൂടെ കളഞ്ഞേക്കാൻ. അതൊക്കെ ഞാൻ എപ്പോഴേ കളഞ്ഞു. അല്ല, ആ സിമ്മാരുടെയാ? അതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് പോലീസ് ചെയ്യുന്ന നല്ല രസമായിരിക്കും. റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന ഒരു പാവം പട്ടിണി പിടിയിലാവും. അത്ര തന്നെ.